മുൻ ദേവസ്വം മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തും. DGPക്ക് നൽകിയ പരാതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇന്ന് തന്നെ കൈമാറും. ഭൂമി തട്ടിപ്പ് ആരോപണത്തിൽ മധ്യസ്ഥനായി കടകംപള്ളി ഇടപെട്ടുവെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം. പരാതി വ്യാജമെന്നാണ് കടകംപള്ളിയുടെ നിലപാട്. ഭൂമി തട്ടിപ്പ് കേസിൽ തന്നെ കൊടുക്കാനായി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഗൂഢാലോചന നടത്തിയെന്ന ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിൽ തുമ്പ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തും. പോറ്റി DGPക്ക് നൽകിയ പരാതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇന്ന് തന്നെ കൈമാറും. കമ്മീഷണർ തുമ്പ പോലീസിനോട് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും കേസ് എടുക്കണോ എന്ന് തീരുമാനിക്കുക. ഭൂമി തട്ടിപ്പ് കേസിൽ തന്നെ കൊടുക്കാനായി കഴക്കൂട്ടം സ്വദേശി പ്രതിഭയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണെന്നും ഇതിനായി കടകംപള്ളി ഗൂഢാലോചന നടത്തിയെന്നുമാണ് പോറ്റിയുടെ പരാതി. അതേസമയം പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. പ്രതിഭയോടൊപ്പം ഞാനും കൂടെ ഏതോ ഒരു ഗൂഢാലോചന നടത്തിയാണ് ഈ പ്രതിഭ എന്ന സ്ത്രീ ഈ പോറ്റിക്കെതിരായിട്ട് SITയിൽ ഒരു പരാതി കൊടുത്തതെന്നാണ് പോറ്റിയുടെ പരാതി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ആ പ്രതിഭ എന്ന വനിതയുമായിട്ട് സാമ്പത്തിക കാര്യത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകളെല്ലാം വിളിച്ചു ചേർത്ത് എൻ്റെ മധ്യസ്ഥതയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് പോറ്റി പറയുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 5 വർഷം ഞാൻ മന്ത്രിയായിരുന്നു, ഇപ്പം 5 വർഷം MLA ആണ്. ഈ 10 വർഷത്തിനിടയിൽ ഒരു പോലീസ് സ്റ്റേഷനിലും ഞാൻ പോയിട്ടില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന ഒരു അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ സ്നേഹിതന്മാരിൽ ആരെങ്കിലും ഒരാൾ നടത്തിയ ഒരു നീചമായ ഗൂഢാലോചനയായിട്ട് മാത്രമേ പോറ്റിയുടെ ഈ പരാതിയെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. 2020 കേസിനാസ്പദമായ സംഭവം. ഈടായി വാങ്ങിയ ഭൂമി പോറ്റി മറച്ചുവിറ്റെന്നായിരുന്നു പരാതി. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT തലവന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുന്നതിന് ഇടെയാണ് കടകംപള്ളിക്കെതിരെ പോറ്റി രംഗത്ത് വന്നത്. ഭൂമി വില കൊടുത്തു വാങ്ങിയതാണെന്നുമാണ് പോറ്റി പരാതിയിൽ പറയുന്നത്. ജനം, തിരുവനന്തപുരം.